നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതിന് ഞാൻ ചേച്ചി ആക്കി സംസാരിക്കുന്നത് എന്തിനാ? നമ്മൾ തമ്മിൽ എന്ത് ശത്രുതയാ? അല്ല, സത്യത്തിൽ എന്താ സംഭവിച്ചത്? അതെ, അതൊന്ന് കേക്കട്ടെ. ഗുണ്ടകൾ എങ്ങനെയാ കൈകാര്യം ചെയ്താന്നും ആ ഗുണ്ടകൾ ആരൊക്കെയാണെന്നും നമുക്കൊന്നും അറിയണമല്ലോ. പറ ചേച്ചി. ബാങ്കിൽ നിന്ന് ഞാൻ സ്വർണമായിട്ട് കാറിൽ കയറി. തടിമാടന്മാരായ ചിലര്, അവരെത്ര പേരുണ്ടെന്ന് പോലും എനിക്കറിയില്ല, പിടിച്ചിറക്കി സ്വർണം തട്ടിയെടുത്ത് എന്നെ അങ്ങോട്ട് മുച്ചോടും തല്ലുമായിരുന്നു. എന്ത് കാര്യത്തിനാ തല്ലുന്നെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അതിന് അവന്മാരെന്നെ ഒന്ന് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ ചോദിക്കാൻ. ഞാൻ അന്തരീക്ഷത്തിൽ കിടന്ന് ഇങ്ങനെ അമ്മാനമാടുമായിരുന്നു. തല്ലെന്ന് പറഞ്ഞ ഇതാ തല്ല്. ചാളം പോലെ അടിച്ചു കളഞ്ഞില്ലേ. സാവിത്രി, അവരൊത്തിരി ഉപദ്രവിച്ചായിരുന്നോ? ഇവളുടെ ഒറ്റയാളുടെ പ്രാക്ക. ഞാൻ കാരണോ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞിട്ടല്ലേ എന്റെ അമ്മ ബാങ്കിലേക്ക് പോയത്. അതിന് ACP തെറ്റുകാരനൊന്നും അല്ല. കിട്ടാനുള്ളത് ഓരോരുത്തർക്കും കിട്ടേണ്ട സമയത്ത് കിട്ടും. കിട്ടിയേ പറ്റൂ. മതിയടി കളിയാക്കിയത്. ഇതെന്തോന്ന് വടക്ക് നോക്കി യന്ത്രോ? എന്റെ ഈ അവശത മാറുന്ന ഒരു ദിവസം വരും. അന്ന് ഇതിനെല്ലാം ഞാൻ കണക്ക് ചോദിച്ചോളാം. ശവത്തെ കുത്തരുത്. ഞാൻ കൊടുക്കേണ്ടത് ഗുണ്ടകൾ കൊടുത്തു, അത്രേ ഉള്ളൂ. രാമേട്ടാ, സ്വർണം മുഴുവൻ കളഞ്ഞു കുളിച്ചു അല്ലേ? ഒരു മൊട്ടുകമ്മല് പോലും അവന്മാര് തന്നില്ല. എല്ലാം കൊണ്ടകളെ കൊണ്ടുപോയി. തറവാട്ടിലെ പരമ്പരാഗതമായ സ്വർണങ്ങളാ എല്ലാവർക്കും അവകാശപ്പെട്ടത്. അത് ഒരാളുടെ പിടിപ്പുകൊണ്ട് കളഞ്ഞു കുളിച്ചില്ലേ? പിന്നെ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ. എല്ലാത്തിനും പുതിയ അവകാശികളല്ലേ. എന്തായാലും സ്വർണം കൊണ്ട് കളഞ്ഞത് മോശമായിപ്പോയി. ഇവിടുത്തെ സ്വർണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അമ്മേ. ആഭരണം നഷ്ടപ്പെടാതിരുന്നതിന് സന്തോഷിക്കല്ലേ അമ്മ വേണ്ടത്? ആഭരണങ്ങള് ഞാൻ എന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്നു. അതിന് സാവിത്രി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അമ്മ ഇന്ന് വരെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്തിട്ടുണ്ട്. ഈ സ്വർണ്ണം എന്റെ അമ്മയെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കായതുകൊണ്ട് ഞാനത് ചെയ്തെന്ന് മാത്രം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എനിക്കൊരു നീതി ഉള്ളതുകൊണ്ട് ദൈവം എന്റെ ഭാഗത്തെ നിൽക്കും. ഇതാ അമ്മ സ്വർണ്ണാഭരണങ്ങൾ. എനിക്ക് ഗുണ്ടകളുടെ ഇടിയും നാണക്കേട് ശരീരനാശവും ഫലം. കൊള്ളാം. അമ്മ, സാവിത്രി സുഖമല്ലാതിരിക്കല്ലേ? കളിയാക്കല് നിർത്താൻ മീനാക്ഷിയോട് പറയണം.
അവള് പകരം വീട്ടട്ടെ മോളെ. മീനാക്ഷി അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് അവള്. കിട്ടട്ടെ നന്നായിട്ട്. എന്തൊരു ടേസ്റ്റ്. എടീ, എല്ലാ കാലത്തും ഞാൻ ഈ ഇരിപ്പിരിക്കില്ല. എഴുന്നേറ്റ് വരും ഞാൻ. അന്നിതിന് ഞാൻ നിന്നോട് കണക്ക് തീർത്തിരിക്കും. അതെ, പല്ലും നഖവും പോയ പുലിയാ നിങ്ങള്. എഴുന്നേറ്റ് വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ആ, ഇങ്ങനെ കിടന്നു. എന്തൊരു ടേസ്റ്റ്. അമ്മയും മകളും ചേർന്ന് എന്നെ വേദനിപ്പിക്കുകയാണോ? ഏതമ്മ? ഏത് മകൾ? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ അമ്മയും ദേവിയും കുറിച്ചാ. എങ്ങനെ വേദനിപ്പിച്ചു എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ എന്ത് തീരുമാനിച്ചോട്ടെ, പക്ഷേ ആ ഗിരീഷിനെ ഇവിടെ താമസിപ്പിക്കാൻ ദേവി സമ്മതിക്കരുതായിരുന്നു. ഓ, അങ്ങനെ. അതൊക്കെ അമ്മയുടെ തീരുമാനാ. അതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. മാത്രമല്ല, അമ്മ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഞാൻ എന്തിനു കയറി ഇടപെടണം? ഈ വീട്ടിൽ എന്നെക്കാളും വലിയൊരു സ്ഥാനം അയാൾക്ക്. ഞാൻ ആരുമല്ല, അയാൾ അമ്മയുടെ മൂത്ത മകനാണത്രേ. അയാൾ ഇവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. എങ്കിലത് തുറന്ന് അമ്മയോട് പറഞ്ഞൂടെ? ദേവി പറഞ്ഞാ മതി. ഞാൻ പറയില്ല. അമ്മയുടെ ധിക്കാരം പറയാനൊന്നും ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ടാ അയാളിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലാത്തത്? അത് ദേവിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൊസസീവാ. ദേവിയോട് ഒരാൾ കൂടുതൽ സംസാരിക്കുന്നതും ഇടപെടുന്നതും എനിക്കിഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യണമായിരുന്നു? സ്വന്തം ഭാര്യയായി ഞാൻ ഈ തറവാട്ടിൽ നിൽക്കുമ്പോ മറ്റൊരു പെണ്ണിനെ മാലയിട്ട് സ്വീകരിച്ച് എന്റെ കൺമുന്നിലേക്ക് കൊണ്ടുവന്ന ആളാ നിങ്ങള്. ഹൃദയം തകർന്ന് ഞാനിവിടെ നിന്നപ്പോ ഒന്ന് ആശ്വസിപ്പിക്ക പോലും ചെയ്യാതെ ആ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ പോയ വലിയ മനുഷ്യനോ നിങ്ങള്? ഈ പൊസസീവ്നെസ് എന്ന വികാരം നിങ്ങൾക്ക് മാത്രമുള്ളതാണോ? ഏത് പെണ്ണിനെയും ഭാര്യയായി സ്വീകരിക്കാമെന്ന അവകാശവും നിങ്ങൾക്ക് മാത്രം സ്വന്തമാണോ? എനിക്ക് നിങ്ങളോട് പകയോ പ്രതികാരോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ എനിക്ക് തന്ന സങ്കടങ്ങൾ എന്റെ മരണം വരെ എന്നെ വേദനിപ്പിക്കുന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.